2025 ജൂലൈ മാസം കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്ങാടിയിലെ കോടതി മുറിയിലേക്ക് മുഖംമൂടി അണിഞ്ഞ ഒരാൾ നടന്നു കയറി. അയാളുടെ കയ്യിൽ ഒരു ചാക്കുമുണ്ടായിരുന്നു. ആ നിമിഷം വരെ ദശാബ്ദങ്ങളായി ധർമ്മസ്ഥല എന്ന പുണ്യഭൂമിയെക്കുറിച്ച് പുകഞ്ഞുകൊണ്ടിരുന്ന സംശയങ്ങൾക്കും അടക്കിപ്പിടിച്ച സംസാരങ്ങൾക്കും ഒരു ഭീകരമായ രൂപം കൈവരിക്കുകയായിരുന്നു അയാൾ ആ ചാക്ക് തുറന്നപ്പോൾ. അതിലുണ്ടായിരുന്നത് ഒരു മനുഷ്യൻ്റെ തലയോട്ടിയായിരുന്നു. വർഷങ്ങളായി താൻ ഉള്ളിലൊതുക്കിയ ഒരു നടുക്കുന്ന രഹസ്യം അയാൾ കോടതിക്ക് മുന്നിൽ വെളിപ്പെടുത്തി. 1995 മുതൽ 2014 വരെ ഏകദേശം 2 ദശാബ്ദക്കാലം ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ഒരു ശുചീകരണ തൊഴിലാളിയായിരുന്ന തനിക്ക് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ നൂറുകണക്കിന് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ രഹസ്യമായി കുഴിച്ചു മൂടേണ്ടി വന്നു എന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുമായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് തുടങ്ങി. ശുചീകരണ തൊഴിലാളി നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്തെ സ്നാനഘട്ടത്തിലാണ് തെളിവെടുപ്പ് നടത്തുന്നത്. ഈ മേഖലയിൽ നിരവധി മൃതദേഹങ്ങൾ കണ്ടു, അതുപോലെ നിരവധി കുഴിച്ചിട്ടു, മറവ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ശുചീകരണ തൊഴിലാളി അറിയിച്ചിരുന്നത്. ഇതിൽ കോടതിയിൽ മൊഴി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ക്ഷേത്ര ഭരണസമിതിയുമായി ബന്ധമുള്ള ശക്തരായ വ്യക്തികളുടെ ഭീഷണിയെ തുടർന്ന് തനിക്കിത് ചെയ്യേണ്ടി വന്നതാണെന്നും അയാൾ മൊഴി നൽകി. ജൂലൈ 3 നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജൂലൈ 4 പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ജൂലൈ 11 അയാൾ കോടതിയിൽ ഹാജരായി. താൻ തന്നെ കുഴിച്ചെടുത്ത അസ്ഥി കഷണങ്ങൾ ന്യായാധിപന് മുന്നിൽ സമർപ്പിച്ചു. ഈ ഒരൊറ്റ സംഭവത്തോടെ ഒരു പുണ്യസ്ഥലം എന്നതിലുപരി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെയും ഭയത്തിൻ്റെയും കേന്ദ്രമായി ധർമ്മസ്ഥലം മാറി. വർഷങ്ങളായി പലരും ഉന്നയിച്ചിരുന്ന സംശയങ്ങൾക്ക് ഈ വെളിപ്പെടുത്തൽ ഒരു തീപ്പൊരിയായി. അതൊരു വലിയ കൊടുങ്കാറ്റായി മാറാൻ അധികം സമയം വേണ്ടി വന്നില്ല. ഈ റിപ്പോർട്ട് ആ കൊടുങ്കാറ്റിൻ്റെ കഥയാണ്. ഭയന്ന് വിറച്ച് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ വെളിപ്പെടുത്തലിൽ തുടങ്ങി കർണാടകയിലെ ഏറ്റവും ശക്തമായ ഒരു കുടുംബത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ വരെ നീളുന്ന നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ കഥ. നിങ്ങളിത് കേൾക്കാൻ പോകുന്നത് മരപ്പാവ പോലുള്ള ദൈവത്തിൻ്റെ കൺമുൻപിലിട്ട് അനേകം പെൺകുട്ടികളെ പിച്ചിച്ചീന്തിയതിൻ്റെ, വർഷങ്ങളായി അത് ഒളിപ്പിച്ചു വെച്ചതിൻ്റെ തിരോധാനങ്ങളുടെ അന്വേഷണാത്മക കാലം പറഞ്ഞ കഥകളാണ്. ഇത് ഒരു മനുഷ്യൻ്റെ മാത്രം വെളിപ്പെടുത്തലാണോ, അതോ ദശാബ്ദങ്ങൾ നീണ്ട ഒരു കൂട്ടക്കൊലയുടെ മറന്നിക്കലാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള യാത്രയാണിത്. ഈ വെളിപ്പെടുത്തലിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം വളരെ വലുതായിരുന്നു. കേവലം ഒരു വാക്കാലുള്ള ആരോപണം മാത്രമായിരുന്നെങ്കിൽ ശക്തമായ ഒരു സ്ഥാപനത്തിനെതിരെ ഉയർന്നു വന്ന ഈ ശബ്ദത്തെ എളുപ്പത്തിൽ ഇല്ലാതാക്കാമായിരുന്നു. എന്നാൽ മനുഷ്യൻ്റെ തലയോട്ടിയും മസ്തികഷ്ണങ്ങളും കോടതിയിൽ നേരിട്ട് സമർപ്പിച്ചതോടെ അത് അവഗണിക്കാനാവാത്ത ഒരു ഭൗതിക തെളിവായി മാറി. ഇത് പോലീസിനെയും ജുഡീഷ്യറിയെയും നടപടിയെടുക്കാൻ നിർബന്ധിതരാക്കി. തങ്ങൾ വിശ്വസിക്കാത്ത പ്രാദേശിക പോലീസിനെ മറികടന്ന് തെളിവുകൾ നേരിട്ട് ജുഡീഷ്യൽ രേഖകളുടെ ഭാഗമാക്കാൻ ആ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർക്കും കഴിഞ്ഞു. അതോടെ ഈ കേസ് ഒരു പ്രാദേശിക വാർത്ത എന്നതിലുപരി ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നായി മാറി. കർണാടക സർക്കാരിൽ മേൽ സമ്മർദ്ദം ശക്തമായി. ഒടുവിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ, അതായത് SIT നിയമിക്കാൻ സർക്കാർ നിർബന്ധിതരായി. അതുകൊണ്ട് തന്നെ ഇതൊരു കുറ്റസമ്മതം എന്നതിലുപരി കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു നിയമപരവും മാധ്യമപരവുമായ നീക്കമായിരുന്നു. അജ്ഞാതനായ ആ മനുഷ്യൻ ആരാണ്? അയാൾ എന്താണ് ആ മൊഴി? ഈ കേസിൻ്റെ കേന്ദ്രബിന്ദു ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നതിൽ നിന്ന് നിയമം സംരക്ഷിച്ചിരിക്കുന്ന ആ മനുഷ്യനാണ്. കോടതി രേഖകളിലും മാധ്യമ റിപ്പോർട്ടുകളിലും സാക്ഷി എന്നോ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഉപയോഗിക്കുന്ന മിസ്റ്റർ V എന്നോ ആണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. 1995 മുതൽ 2014 ഡിസംബർ വരെ ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ശുദ്ധീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം. 12 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൊഴി ഒരു സാധാരണ കുറ്റസമ്മതമല്ല, മറിച്ച് ഒരു നാടിനെ മുഴുവൻ ഭയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന സംഭവങ്ങളുടെ നേർസാക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആ ഭീകരത വ്യക്തമാണ്. കൊലപാതകങ്ങളുടെ രീതി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്ഷേത്രത്തിലെ സൂപ്പർവൈസർമാർ എന്ന് പറയപ്പെടുന്നവർ മൃതദേഹം കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് തന്നെ വിളിച്ചു വരുത്തുമായിരുന്നു. അനുസരിച്ചില്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കുകയും നിന്നെയും കഷണങ്ങളാക്കി മറ്റുള്ളവരെ പോലെ കുഴിച്ചു മൂടും, നിന്റെ കുടുംബത്തെയും ബലി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇരകൾ എന്നത് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമായിരുന്നു. പലരുടെയും ശരീരത്തിൽ വസ്ത്രങ്ങൾ കുറവായിരുന്നു. ക്രൂരമായ ലൈംഗികാതിക്രമത്തിൻ്റെ ലക്ഷണങ്ങൾ വ്യക്തമായിരുന്നു. ചില സ്കൂൾ യൂണിഫോമിലായിരുന്നു. ഒരു 20 വയസ്സുകാരുടെ മുഖം ആസിഡ് ഒഴിച്ച് വികൃതമാക്കിയിരുന്നു. വീടില്ലാത്ത പുരുഷന്മാരെ കൊല്ലുന്നതിനും താൻ സാക്ഷിയായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു.
നേത്രാവതി നദിയുടെ തീരത്തടക്കം പല സ്ഥലങ്ങളിലായി 100 കണക്കിന് മൃതദേഹങ്ങൾ താൻ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം മൊഴി നൽകി. ഒരു തെളിവും അവശേഷിപ്പിക്കാതിരിക്കാൻ ഡീസൽ ഒഴിച്ച് മൃതദേഹം പൂർണ്ണമായി കത്തിക്കാൻ നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ദശാബ്ദകാലം നീണ്ട നിശബ്ദത ഭേദിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് സ്വന്തം കുടുംബത്തിനുണ്ടായ ഒരു അനുഭവമാണ്. 2014 തൻ്റെ കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ സൂപ്പർവൈസർമാരുമായി ബന്ധമുള്ള ഒരാൾ ലൈംഗികമായി ഉപദ്രവിച്ചു. അതോടെ ഇനിയും അവിടെ തുടർന്നാൽ തൻ്റെ കുടുംബവും ഇതേ വിധിക്ക് ഇരയാകുമെന്ന് അദ്ദേഹം ഭയന്നു. ആ രാത്രി തന്നെ അദ്ദേഹം കുടുംബത്തോടൊപ്പം ധർമ്മസ്ഥല വിട്ടു. വർഷങ്ങളോളം കുറ്റബോധം വേട്ടയാടിയതിന് ഒടുവിലാണ് ഒരു രാത്രിയിലെങ്കിലും സമാധാനമായി ഉറങ്ങണം എന്ന ആഗ്രഹത്തോടെ അദ്ദേഹം സത്യങ്ങൾ വെളിപ്പെടുത്താൻ തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ മൊഴിയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നത് അത് തെളിയിക്കാൻ അദ്ദേഹം കാണിക്കുന്ന സന്നദ്ധതയാണ്. പോളിഗ്രാഫ് അടക്കമുള്ള ഏത് ശസ്ത്രക്രിയ പരിശോധനയും താൻ തയ്യാറാണെന്നും മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്നും അദ്ദേഹം അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. താൻ തന്നെ കുഴിച്ചെടുത്ത അസ്ഥികളുടെ ചിത്രങ്ങളും അദ്ദേഹം തെളിവായി സമർപ്പിച്ചിട്ടുണ്ട്. ഈ സാക്ഷിയുടെ മൊഴിയിൽ ഒരു പ്രധാനപ്പെട്ട മാനസിക പരിണാമം കാണാം. തുടക്കത്തിൽ നദിയിൽ നിന്ന് കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ ആത്മഹത്യ ചെയ്തവരുടേതാകാം എന്ന് അദ്ദേഹം സ്വയം വിശ്വസിക്കാൻ ശ്രമിച്ചു. എന്നാൽ തുടർച്ചയായി കണ്ട ലൈംഗികാതിക്രമത്തിൻ്റെയും കഴുത്തു ഞെരിച്ചതിൻ്റെയും ആസിഡ് ആക്രമണത്തിൻ്റെയും ലക്ഷണങ്ങൾ അതൊരു കൊലപാതക പരമ്പരയാണെന്ന ഭീകരമായ സത്യം തിരിച്ചറിയാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കി. സ്വന്തം കുടുംബത്തിലെ ഒരു കുട്ടിക്ക് നേരെ അതിക്രമം നടന്നതോടെ ആ ഭീകരത അപരിചിതരുടെ മാത്രം കഥയല്ല, തൻ്റെയും യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവാണ് അദ്ദേഹത്തെ ദശാബ്ദങ്ങൾ നീണ്ട നിശബ്ദതയ്ക്കും ഒടുവിലത്തെ വെളിപ്പെടുത്തലിനും പിന്നിലെ മനഃശാസ്ത്രപരമായ കാരണം. ഇത് കേവലം കഥയല്ല, മറിച്ച് ആഴത്തിലുള്ള മാനസികാഘാതത്തിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഉടലെടുത്ത ഒരു നിലവിളിയാണ്. 2025 വെളിപ്പെടുത്തലുകൾക്ക് ഒരു ദശാബ്ദം മുൻപേ തന്നെ ധർമ്മസ്ഥലയുടെ പേരിനൊപ്പം സംശയത്തിൻ്റെ കരിനിഴൽ വീഴ്ത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. 2012 സൗജന്യ ബലാത്സംഗ കൊലപാതക കേസ്. ഇന്നത്തെ സംഭവ വികാസങ്ങളെയെല്ലാം മുന്നോടിയായിരുന്നു ആ കേസ്. പൊതുസമൂഹത്തിൽ സംശയത്തിൻ്റെ വിത്തുകൾ പാകിയതും പ്രതിഷേധങ്ങളുടെ ആദ്യ തീപ്പൊരി വിതറിയതും സൗജന്യയ്ക്ക് വേണ്ടിയായിരുന്നു. 2012 ഒക്ടോബർ 9 ഉജിരയിലെ SDM കോളേജിലെ 2ാം വർഷ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയായ 17-കാരി സൗജന്യ കോളേജ് വിട്ട് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിക്ക് അപ്രത്യക്ഷയായി. പിറ്റേ ദിവസം ആളൊഴിഞ്ഞ ഒരിടത്ത് അവളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. സ്വന്തം ഷോൾ ഉപയോഗിച്ച് കൈകൾ ബന്ധിക്കപ്പെട്ട നിലയിൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളായ ചന്ദ്രപ്പ ഗൗഡയും കുസുമാവതിയും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. പോലീസ് അറസ്റ്റ് ചെയ്ത സന്തോഷ് റാവു എന്നയാൾ നിരപരാധിയാണെന്നും യഥാർത്ഥ കുറ്റവാളിയെ ആരോ സംരക്ഷിക്കുന്നുണ്ടെന്നും അവർ തുടക്കം മുതലേ വിളിച്ചു പറഞ്ഞിരുന്നു. ഈ പോരാട്ടത്തിൻ്റെ പേരിൽ തങ്ങളെ നിരന്തരം നിരീക്ഷിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്നും അവർ ആരോപിച്ചിരുന്നു. ഈ കേസിൽ സൗജന്യയുടെ കുടുംബം ചില പേരുകൾ പരസ്യമായി ഉന്നയിച്ചിട്ടുണ്ട്. ഇത് ഈ റിപ്പോർട്ടിൻ്റെയോ അന്വേഷകരുടെയോ ആരോപണമല്ല, മറിച്ച് ആ കുടുംബം പൊതുവേദികളിൽ നടത്തിയ പ്രസ്താവനകളുടെ റിപ്പോർട്ടിംഗ് മാത്രമാണ്. അവർ സംശയിക്കുന്ന, അന്വേഷണം നേരിടണമെന്ന് ആവശ്യപ്പെടുന്ന 4 പേരുകൾ ഇവയാണ്: ഉദയ് ജെയിൻ, മല്ലിക് ജെയിൻ, ആശ്രിത് ജെയിൻ, നിശ്ചൽ ജെയിൻ. ഇതിൽ നിശ്ചൽ ജെയിൻ ധർമാധികാരി വീരേന്ദ്ര ഹെഡ്ഗെയുടെ അനന്തരവനാണെന്നും കുടുംബം ആരോപിക്കുന്നു. വീരേന്ദ്ര ഹെഡ്ഗെയുടെ സമ്മർദ്ദം കാരണമാണ് തങ്ങളുടെ മകൾക്ക് നീതി നിഷേധിക്കപ്പെട്ടതെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു. സൗജന്യയുടെ കേസ് ഒരു സാധാരണ കൊലപാതക കേസ് എന്നതിലുപരി ഒരു ജനകീയ പ്രക്ഷോഭമായി മാറിയത് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ്. ഇരയുടെ കുടുംബത്തിൻ്റെ തളരാത്ത പോരാട്ടത്തോടൊപ്പം മഹേഷ് ഷെട്ടി തിമറോഡിയുടെ നേതൃത്വത്തിലുള്ള പ്രജാപ്രഭുത്വ വേദിക പോലുള്ള പ്രാദേശിക ഹിന്ദുത്വ സംഘടനകൾ ഈ വിഷയം ഏറ്റെടുത്തു. ഒരു പ്രധാന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രത്തിനെതിരെ ഹിന്ദുത്വ സംഘടനകൾ തന്നെ രംഗത്ത് വന്നു എന്നത് അസാധാരണമായ ഒരു കാര്യമായിരുന്നു. ഈ സഖ്യം വർഷങ്ങളോളം ഈ കേസ് പൊതുസമൂഹങ്ങളിൽ സജീവമായി നിലനിർത്താൻ സഹായിച്ചു. സ്മാരകങ്ങളും പ്രതിഷേധങ്ങളും വഴി അവർ ഈ വിഷയം കെട്ടടങ്ങാതെ കാത്തു. ശക്തരായ ഒരു വിഭാഗത്തിനെതിരെയുള്ള സാധാരണക്കാരുടെ പോരാട്ടം എന്ന നിലയിൽ ഈ വിഷയം അവതരിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ 2025 ആ അജ്ഞാതനായ സാക്ഷി വെളിപ്പെടുത്തലുമായി വന്നപ്പോൾ അത് പതിക്കാൻ ഫലഭൂയിഷ്ഠമായ ഒരു മണ്ണൊരുങ്ങുകയായിരുന്നു. സൗജന്യയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം സംശയത്തിൻ്റെ കനലുകൾ ഊതിക്കെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ 2025 വെളിപ്പെടുത്തലുകൾ ഇത്ര വലിയ ഒരു തീയായി മാറില്ലായിരുന്നു. സൗജന്യ കേസിൽ CBI കോടതി ഏകപ്രതിയായിരുന്നു സന്തോഷ് റാവുവിനെ വെറുതെ വിട്ടത്. സംശയത്തിൻ്റെ ആനുകൂല്യത്തിലായിരുന്നില്ല, മറിച്ച് തെളിവുകളുടെ സമ്പൂർണ്ണ അഭാവത്തിലായിരുന്നു. കോടതി വിധി തന്നെ അന്വേഷണം എത്രത്തോളം പാളിപ്പോയി എന്നതിൻ്റെ വ്യക്തമായ രേഖയാണ്.
തുടക്കം മുതൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന ആരോപണത്തെ ബലപ്പെടുത്തുന്ന നിരവധി കണ്ടെത്തലുകൾ ആ വിധിയിൽ തന്നെയുണ്ട്. മാനസികാസ്വാസ്ഥ്യമുള്ള സന്തോഷ് റാവുവിനെ ഈ കേസിലേക്ക് വലിച്ചിഴച്ചതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അന്വേഷണത്തിലെ ശാസ്ത്രീയമായ പാളിച്ചകൾ ഞെട്ടിക്കുന്നതായിരുന്നു. കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ മണ്ണ് പ്രതിയുടെ വസ്ത്രങ്ങളിൽ നിന്ന് കണ്ടെത്താനായില്ല. പ്രതിയുടെ വസ്ത്രങ്ങളിൽ നിന്ന് സൗജന്യയുടെ മുടിയോ ബീജത്തിന്റെ അംശമോ കണ്ടെത്താനായില്ല. DNA പരിശോധനയ്ക്ക് അയച്ച യോനിയിലെ സ്രവത്തിൽ ഫംഗസ് ബാധിച്ചിരുന്നതിനാൽ പരിശോധന ഫലപ്രദമായിരുന്നില്ല. സൗജന്യയുടെ മൃതദേഹം കണ്ടെത്തിയ ദിവസം വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നിട്ടും അവരുടെ വസ്ത്രങ്ങൾ നനഞ്ഞിരുന്നില്ല എന്ന് പല സാക്ഷികൾ പറഞ്ഞിട്ടും ഇത് മൃതദേഹം മറ്റെവിടെ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ടതാണെന്നുള്ള സംശയത്തെ ബലപ്പെടുത്തുകയാണ് ഉണ്ടായത്. തെളിവായി ഹാജരാക്കിയ സൗജന്യയുടെ അടിവസ്ത്രം പോലീസ് അവളുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വെച്ചതാണെന്ന് അമ്മ കുസുമാവതി ആരോപിച്ചിരുന്നു. എന്നാൽ ഇതിനേക്കാളെല്ലാം ഭീകരമായത് കേസിലെ പ്രധാന സാക്ഷികളുടെ ദുരൂഹ മരണങ്ങളാണ്. തുടക്കത്തിൽ മൊഴി രേഖപ്പെടുത്തിയ 3 പ്രധാന സാക്ഷികളിൽ 2 പേർ അടുത്തടുത്ത വർഷങ്ങളിൽ മരണപ്പെട്ടു. രവി പൂജാരി എന്നൊരാൾ മൊഴി നൽകി 6 മാസത്തിനുള്ളിൽ, അതായത് 2013 ഏപ്രിൽ 8-ന് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയുണ്ടായി. ഇത് കൊലപാതകമാണെന്ന് പലരും ആരോപിക്കുക വരെയുണ്ടായി. ഗോപാലകൃഷ്ണ ഗൗഡ 2014 ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. ഏറ്റവും ഗൗരവമായ കാര്യം, ഈ 2 ദുരൂഹ മരണങ്ങളെക്കുറിച്ചും അന്വേഷിക്കാൻ വേണ്ടി CBI തയ്യാറായില്ല എന്നതാണ്. 2017 ഒരു സെക്ഷൻസ് ജഡ്ജി ഇക്കാര്യം CBIയോട് ചോദിച്ചിട്ട് പോലും ഒരു നടപടിയും ഉണ്ടായില്ല. ഈ രവി പൂജാരി എന്ന് പറഞ്ഞ ആൾ കേസിലെ ഒരു പ്രാദേശിക സാക്ഷി മാത്രമാണ്. അധോലോക നായകൻ രവി പൂജാരിയുമായി ഇദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല. ഒരു ഉന്നതതല കൊലപാതക കേസിൽ പ്രധാന സാക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അന്വേഷണ ഏജൻസിയുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണ്. ഒരു സാക്ഷിയുടെ മരണം സംശയാസ്പദമാണ്. രണ്ടാമത്തെ സാക്ഷിയുടെ മരണം അതൊരു ഭീകരമായ പാറ്റേണിന്റെ സൂചന നൽകുന്നതാണ്. CBI പോലുള്ള ഒരു ഏജൻസി കോടതി ചൂണ്ടിക്കാണിച്ചിട്ടും ഈ മരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നത് വെറും കെടുകാര്യസ്ഥതയായി കാണാനാവില്ല. ആഴത്തിൽ അന്വേഷിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം എവിടെയോ എടുക്കപ്പെട്ടു എന്ന സംശയമാണ് ഇത് ബലപ്പെടുത്തുന്നത്. ഇത് അന്വേഷണത്തിലെ പാളിച്ച എന്നതിലുപരി നീതി അട്ടിമറിക്കാനുള്ള ഒരു ക്രിമിനൽ ഗൂഢാലോചനയുടെ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ ടേബിളിൽ നിങ്ങൾ കാണുന്നത് സൗജന്യ കേസിലെ അന്വേഷണത്തിലെ പ്രധാന പാളിച്ചകളും ദുരൂഹതകളുമാണ്. പത്മലത മുതൽ അനന്യ വരെ 2025 വെളിപ്പെടുത്തലുകൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ധർമ്മസ്ഥലയുടെ മണ്ണിൽ പതിറ്റാണ്ടുകളായി ഉത്തരം കിട്ടാതെ അവസാനിച്ച നിരവധി ദുരൂഹ മരണങ്ങളുടെയും തിരോധാനങ്ങളുടെയും തുടർച്ച മാത്രമാണിത്. നീതി നിഷേധിക്കപ്പെട്ട ഒരു ചരിത്രം ഈ നാടിനുണ്ട്. സൗജന്യയുടെ കൊലപാതകത്തിന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് 1986 പത്മലത എന്ന കോളേജ് വിദ്യാർത്ഥിനിയുടെ മൃതദേഹം നേത്രാവതി നദിയിൽ നിന്ന് കണ്ടെത്തി. കൈകാലുകൾ ബന്ധിച്ച നിലയിലായിരുന്നു ആ ഡെഡ് ബോഡി കണ്ടെത്തിയത്. അന്ന് നടന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുകയും അന്വേഷണ ഉദ്യോഗസ്ഥർ തുമ്പില്ലാത്തതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ പുതിയ SIT ഈ കേസ് പുനരന്വേഷിക്കണമെന്ന് പത്മലതയുടെ കുടുംബം ആവശ്യപ്പെട്ടു. ധർമ്മസ്ഥല സന്ദർശിച്ചതിന് ശേഷം കാണാതായ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് അനന്യ ഭട്ട്. മകളെ ക്ഷേത്ര ഭാരവാഹികൾക്കൊപ്പം കണ്ടതായി നാട്ടുകാർ പറഞ്ഞുവെന്ന് അനന്യയുടെ അമ്മ സുജാത ഭട്ട് പറയുന്നു. പരാതി നൽകാൻ ശ്രമിച്ചപ്പോൾ പോലീസ് അവഗണിച്ചു. പിന്നീട് തന്നെ ചിലർ തട്ടിക്കൊണ്ടുപോവുകയും മർദ്ദിച്ചുവെന്നും അവർ ആരോപിച്ചിരുന്നു. പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ അവർ വീണ്ടും പരാതി നൽകിയിട്ടുണ്ട്. ധർമ്മസ്ഥലയ്ക്ക് സമീപം ഒരു വാഹനാപകടത്തിൽ മരിച്ച മലയാളിയായ KJ ജോയിയുടേത് കൊലപാതകമാണെന്ന് മകൻ ആരോപിക്കുന്നു. ധർമാധികാരിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചിലർ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും കേസ് പിൻവലിക്കാൻ പോലീസ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും മകൻ പറയുന്നു. കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടെ ഏകദേശം 400 സ്ത്രീകളെ കാണാതാവുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്ന് നാട്ടുകാർക്കിടയിൽ ഒരു കണക്കുണ്ട്. 2013 ഒരു റിപ്പോർട്ട് പ്രകാരം 10 വർഷത്തിനിടെ 462 അസ്വാഭാവിക മരണങ്ങൾ ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവ ഔദ്യോഗിക കണക്കുകളല്ല, മറിച്ച് ഒരു സമൂഹം എത്രത്തോളം ഭയത്തിലാണ് ജീവിക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ്. ഈ കേസുകളിലെ ഇരകൾ പല തട്ടിലുള്ളവരാണ്. സാധാരണ വിദ്യാർത്ഥിനി, മെഡിക്കൽ വിദ്യാർത്ഥിനി, ഭൂവുടമ തുടങ്ങി ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ എല്ലാ കേസുകളെയും ബന്ധിപ്പിക്കുന്ന ചില പൊതുവായ ഘടകങ്ങളുമുണ്ട്. സംഭവം നടന്നത് ധർമ്മസ്ഥല മേഖലയിലാണ്. ഒരു കേസും തെളിയിക്കപ്പെട്ടിട്ടില്ല. എല്ലാ കേസുകളിലും ഉന്നത സ്വാധീനത്തെക്കുറിച്ചും ഭീഷണികളെക്കുറിച്ചും ആരോപണങ്ങളുമുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് പ്രശ്നം ഏതെങ്കിലും ഒരു കുറ്റവാളിയിലോ ഒരു തരം കുറ്റകൃത്യത്തിലോ ഒതുങ്ങുന്നില്ല, മറിച്ച് ആ പ്രദേശത്തെ നീതിന്യായ വ്യവസ്ഥയുടെ സമ്പൂർണ്ണ പരാജയമാണ്. ശക്തർക്ക് എന്തും ചെയ്യാൻ കഴിയും എന്ന സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്ന ഭീകരമായ സംശയമാണ് ഇത് ഉയർത്തുന്നത്. ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളുടെയും തിരോധാനങ്ങളുടെയും ഒരു ടേബിളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്.
ആരോപണങ്ങളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ധർമ്മസ്ഥലയിലെ സംഭവങ്ങളെക്കുറിച്ചുള്ള ഏത് അന്വേഷണവും ചെന്നെത്തുന്നത് ഹെഗ്ഡെ കുടുംബത്തിൻ്റെ ചോദ്യം ചെയ്യാനാവാത്ത അധികാര കേന്ദ്രത്തിലാണ്. 800 വർഷത്തിലേറെയായി ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യ ഭരണകർത്താക്കളാണ്, അതായത് ധർമാധികാരികളാണ് ഈ ജൈന കുടുംബം. അവരുടെ സ്വാധീനം കേവലം മതപരമായ ഒന്നല്ല, മറിച്ച് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും നിയമപരവുമായ തലങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു. ഒരു പ്രമുഖ ഹൈന്ദവ ക്ഷേത്രം ഭരിക്കുന്ന ജൈന കുടുംബം എന്ന നിലയിൽ അവർക്ക് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. ദിവസവും 50,000-ലധികം പേർക്ക് ഭക്ഷണം നൽകുന്ന അന്നപൂർണ്ണ അടുക്കള, സൗജന്യ സമൂഹ വിവാഹങ്ങൾ തുടങ്ങിയ വലിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ അവരുടെ സാമൂഹിക സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നു. ക്ഷേത്രം ട്രസ്റ്റിന് 400 ഏക്കറിലധികം ഭൂമിയും 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള മിക്കവാറും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളുടെയും നിയന്ത്രണങ്ങളുമുണ്ട്. അവരുടെ ഗ്രാമവികസന പദ്ധതിയായ SKDRP 18 ലക്ഷം കുടുംബങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മൈക്രോ ക്രെഡിറ്റ് പ്രോഗ്രാമുകളിൽ ഒന്നാണ്. ഇപ്പോഴത്തെ ധർമാധികാരിയായ വീരേന്ദ്ര ഹെഗ്ഡെയെ 2022 BJP രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. ഈ രാഷ്ട്രീയ ബന്ധം അവർക്കെതിരായ ആരോപണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നുവെന്ന് ആക്ടിവിസ്റ്റുകൾ കരുതുന്നു. ക്ഷേത്രത്തിൽ സിവിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ ഹൊയ് എന്നൊരു സമാന്തര നീതിന്യായ സംവിധാനമുണ്ട്. ഇതിൽ ധർമാധികാരി ന്യായാധിപൻ്റെ പങ്ക് വഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ സിവിൽ കോടതികൾ പോലും അംഗീകരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഇത് അവർക്ക് സാധാരണക്കാർക്കിടയിൽ ഒരു നിയമദാതാവിൻ്റെ അധികാരം നൽകുന്നു. ഈ അധികാര കേന്ദ്രത്തിനെതിരെയാണ് ആരോപണങ്ങൾ ഉയരുന്നത്. ഒരു വശത്ത് ക്ഷേത്രഭരണ സമിതി പുതിയ SIT അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയും പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സൗജന്യ കേസിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്നും ക്ഷേത്രത്തിൻ്റെ പേര് അനാവശ്യമായി വലിച്ചിഴക്കരുതെന്നും വീരേന്ദ്ര ഹെഗ്ഡെ മുൻപ് ആവശ്യപ്പെട്ടിരുന്നു. മറുവശത്ത് ആരോപണങ്ങൾ വളരെ വ്യക്തമാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്തത് ക്ഷേത്ര ഭരണസമിതിയുമായി ബന്ധമുള്ളവരാണെന്ന് സാക്ഷികൾ പറയുന്നു. സൗജന്യയുടെ കുടുംബം വീരേന്ദ്ര ഹെഗ്ഡെയുടെ അനന്തരവൻ്റെ പേര് പറയുന്നു. കൊല്ലപ്പെട്ട അനന്യ ഭട്ടിൻ്റെ അമ്മ വീരേന്ദ്ര ഹെഗ്ഡെയെയും സഹോദരൻ ഹർഷേന്ദ്ര കുമാറും തന്നെ അധിക്ഷേപിച്ചുവെന്നും സഹായിക്കാൻ വിസമ്മതിച്ചുവെന്നും ആരോപിക്കുന്നു. മതപരം, സാമ്പത്തികം, രാഷ്ട്രീയം, നിയമപരം എന്നിങ്ങനെ എല്ലാ അധികാരങ്ങളും ഒരു കുടുംബത്തിൽ കേന്ദ്രീകരിക്കുന്നത് ആ പ്രദേശത്ത് ഒരു സവിശേഷമായ അധികാര ഘടന സൃഷ്ടിക്കുന്നു. ഈ അധികാര കേന്ദ്രീകരണമാണ് എല്ലാ ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെയും അടിത്തറ. കാരണം ആരോപിക്കപ്പെടുന്നത് പോലെ വലിയ കുറ്റകൃത്യങ്ങളും അവയുടെ മറച്ചുവെക്കലും സാധ്യമാകണമെങ്കിൽ അത്തരമൊരു ശക്തമായ സംവിധാനം ആവശ്യമാണ്. ഇത് കേവലം ഒരു കുടുംബത്തിൻ്റെ അന്വേഷണമല്ല, മറിച്ച് അവർ നിയന്ത്രിക്കുന്ന ഒരു അധികാര വ്യവസ്ഥയെക്കുറിച്ചുള്ള അന്വേഷണമാണ്. മാധ്യമങ്ങളും നിയമ പോരാട്ടങ്ങളും ധർമ്മസ്ഥല കേസിൽ സത്യം പുറത്തു വരാതിരിക്കാൻ ശക്തമായ ശ്രമങ്ങൾ നടക്കുന്നു എന്ന ആരോപണത്തിന് ഏറ്റവും വലിയ തെളിവാണ് മാധ്യമങ്ങളെ നിശബ്ദമാക്കാനുള്ള നിയമപരമായ നീക്കങ്ങൾ. 2025 ജൂലൈയിൽ വീരേന്ദ്ര ഹെഗ്ഡെയുടെ സഹോദരൻ ഹർഷേന്ദ്രകുമാർ ബംഗളൂരുവിലെ ഒരു സിവിൽ കോടതിയിൽ നിന്ന് മാധ്യമങ്ങൾക്ക് ഒരു സമ്പൂർണ്ണ വിലക്ക്, അതായത് ഗാഗ് ഓർഡർ നേടിയെടുത്തു. ഈ ഉത്തരവ് അസാധാരണമാം വിധം വിശാലമായിരുന്നു. യൂട്യൂബ് വീഡിയോകളും ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും പ്രമുഖ മാധ്യമങ്ങളുടെ വാർത്തകളും ഉൾപ്പെടെ 8842 ഓൺലൈൻ ലിങ്കുകൾ നീക്കം ചെയ്യാൻ കോടതി ഉത്തരവിട്ടു. തിരിച്ചറിയാത്ത വ്യക്തികൾ പോലും ഭാവിയിൽ സമാനമായ ഉള്ളടക്കം പങ്കുവെക്കുന്നത് തടയുന്ന ഒരു ജോൺ ഡോ ഉത്തരവും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഉത്തരവിനെതിരെ മാധ്യമ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും രംഗത്തെത്തി. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണമാണെന്ന് ആരോപിച്ച് സുപ്രീം കോടതിയിൽ ഹർജി നൽകി. എന്നാൽ ആദ്യം കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇത്തരം മാധ്യമ വിലക്കുകൾ പരിശോധിക്കാൻ ജുഡീഷ്യറി തയ്യാറാകണമെന്ന് വനിതാ സംഘടനകളും ആവശ്യപ്പെട്ടു. ഇത്തരം ശ്രമങ്ങൾ പുതിയതല്ല. 2025 മാർച്ചിൽ സൗജന്യ കേസിനെക്കുറിച്ച് വീഡിയോ ചെയ്ത യൂട്യൂബർ സമീർ MDക്ക് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. പോലീസിൻ്റെ അമിതാവേശം ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി ആ നോട്ടീസ് സ്റ്റേ ചെയ്തു. കേസിനെക്കുറിച്ച് സംസാരിക്കുന്നവരെ ഭരണകൂട സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ആദ്യ ഉദാഹരണങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ക്ഷേത്ര ഭരണകൂടത്തിൻ്റെ പ്രതികരണത്തിൽ വ്യക്തമായ ഒരു വൈരുദ്ധ്യമുണ്ട്. ഒരു വശത്ത് അവർ അന്വേഷണത്തെ പരസ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇത് പൊതുജന മാധ്യമത്തിൽ തങ്ങൾ നിരപരാധികളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്. മറുവശത്ത് അന്വേഷണത്തിന് കാരണമായ മാധ്യമ വാർത്തകളെയും പൊതുജന സമ്മർദ്ദത്തെയും നിയമപരമായി അടിച്ചമർത്താൻ അവർ ശ്രമിക്കുന്നു. സുജാത ഭട്ടിനെ പോലെയുള്ള സാക്ഷികൾ മുന്നോട്ട് വരാൻ കാരണം മാധ്യമ വാർത്തകളാണെന്ന് അവർക്കെതിരായ ഹർജിയിൽ തന്നെ പറയുന്നുണ്ട്. അതിനാൽ ഈ മാധ്യമ വിലക്ക് കേവലം അപകീർത്തി തടയാൻ മാത്രമല്ല, അന്വേഷണത്തെ സഹായിക്കുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ കൂടിയാണ്.
പൊതുരംഗത്ത് സഹകരണവും സ്വകാര്യമായി അടിച്ചമർത്തലും എന്ന ഈ ഇരട്ടത്താപ്പ് പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള ആസൂത്രിതമായ ഒരു തന്ത്രമാണെന്ന് വിലയിരുത്തപ്പെടുന്നത്. SIT അന്വേഷണവും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും സർക്കാരിൻ്റെ പ്രാരംഭത്തിലെ മടിക്ക് ശേഷം ശക്തമായ പൊതുജന സമ്മർദ്ദത്തെ തുടർന്ന് 2025 ജൂലൈയിൽ കർണാടക സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു, അതായത് SIT. ADGP ഡോക്ടർ പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ MN അനുച്ഛേദ്, സൗമ്യലത, ജിതേന്ദ്രകുമാർ, ദയാമ തുടങ്ങിയ മുതിർന്ന IPS ഉദ്യോഗസ്ഥരുമുണ്ട്. സാക്ഷിയുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടെ ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും തിരോധാനങ്ങൾ, അസ്വാഭാവിക മരണങ്ങൾ, കൊലപാതകങ്ങൾ, ബലാത്സംഗങ്ങൾ എന്നിവയെല്ലാം അന്വേഷിക്കുക എന്നതാണ് SITയുടെ ഇപ്പോഴത്തെ ചുമതല. എന്നാൽ അന്വേഷണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വിവാദങ്ങളിൽ പെട്ടിരിക്കുകയാണ്. സാക്ഷിയുടെ രഹസ്യമൊഴി പോലീസ് തന്നെ ഒരു യൂട്യൂബർക്ക് ചോർത്തി നൽകിയെന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ആരോപിക്കുന്നു. അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമാണിതെന്ന് അവർ പറയുന്നു. സാക്ഷിക്ക് നൽകിയ പോലീസ് സംരക്ഷണം ഏകപക്ഷീയമായി പിൻവലിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അഭിഭാഷകർ ആരോപിക്കുന്നു. പരാതി നൽകിയ ആഴ്ചകൾ കഴിഞ്ഞിട്ടും സാക്ഷി ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിൽ മൃതദേഹങ്ങൾക്കായി കുഴിച്ചു നോക്കാൻ അധികൃതർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് ആക്ടിവിസ്റ്റുകൾ ചോദിക്കുന്നു. ഈ കാലതാമസം അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടലുകളുണ്ടെന്ന സംശയം വർദ്ധിപ്പിക്കുന്നു. രാഷ്ട്രീയ തലത്തിലും ഈ കേസ് ചർച്ചയാവുന്നുണ്ട്. പ്രതിപക്ഷമായ BJP അന്വേഷണത്തെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഒരു മതസ്ഥാപനത്തെ അനാവശ്യമായി അപകീർത്തിപ്പെടുത്തരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം കേരളത്തിൽ നിന്നുള്ള ഒരു CPI MP കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി കണക്കിലെടുത്ത് ദേശീയ അന്വേഷണ ഏജൻസി അതായത് NIA അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. പുതിയ SIT അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു വലിയ വിശ്വാസ്യത പ്രതിസന്ധി നേരിടുകയാണ്. ഈ അന്വേഷണത്തിൻ്റെ വിജയം പൂർണ്ണമായും പ്രധാന സാക്ഷിയുടെ വിശ്വാസ്യതയെയും സുരക്ഷയെയും ആശ്രയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രഹസ്യമൊഴി ചോർന്നു എന്ന ആരോപണം വെറും ഒരു നടപടിക്രമത്തിലെ പിഴവല്ല, അത് അന്വേഷണ സംവിധാനത്തിനുള്ളിൽ തന്നെയുള്ള അട്ടിമറി ശ്രമത്തിൻ്റെ സൂചനയാണ്. ഇത് സാക്ഷിയെ ഭയപ്പെടുത്താനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് കേസ് വഴിതിരിച്ചുവിടാനും സാക്ഷിയും അന്വേഷണ സംഘവും തമ്മിലുള്ള വിശ്വാസം തകർക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. അതിനാൽ SITയുടെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ദൗത്യം യഥാർത്ഥ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിനോടൊപ്പം സ്വന്തം അന്വേഷണ പ്രക്രിയയുടെയും ആശ്രയിക്കുന്ന പോലീസ് സേനയുടെയും വിശ്വാസ്യത ഉറപ്പാക്കുക എന്നതാണ്. അവർക്ക് തങ്ങളുടെ പ്രധാന സാക്ഷിയുടെയും അദ്ദേഹത്തിൻ്റെ മൊഴിയെയും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ അന്വേഷണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പരാജയപ്പെട്ടതിന് തുല്യമാകും. ഈ റിപ്പോർട്ടിൽ നമ്മൾ കടന്നുപോയത് ഭയത്തിൻ്റെയും അധികാരത്തിൻ്റെയും നിസ്സഹായതയുടെയും ദശാബ്ദങ്ങൾ നീണ്ട കഥകളിലൂടെയാണ്. ഭൂതകാലത്തിൻ്റെ ഭാരം പേറുന്ന ഒരു മനുഷ്യൻ്റെ നടക്കുന്ന വെളിപ്പെടുത്തലുകൾ, സൗജന്യയുടെ കുടുംബത്തിൻ്റെ അടങ്ങാത്ത നീതിക്കായുള്ള ദാഹം, ആരും ഓർക്കാതെ പോയ പത്മലതയുടെയും അനന്യയുടെയും നിലവിളികൾ, ക്ഷേത്ര ഭരണകൂടത്തിൻ്റെ ചോദ്യം ചെയ്യാനാവാത്ത അധികാരഘടന, നീതിന്യായ വ്യവസ്ഥയുടെ തുടർച്ചയായ പരാജയങ്ങൾ, ഇതെല്ലാം ചേർന്നതാണ് ധർമ്മസ്ഥലയുടെ ഇന്നത്തെ ഈ ചിത്രം. പുതിയ SITയുടെ രൂപീകരണം യഥാർത്ഥത്തിൽ സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ഒരു യഥാർത്ഥ അവസരമാണോ, അതോ എങ്ങുമെത്താതെ പോയ പഴയ അന്വേഷണങ്ങളുടെ മറ്റൊരു അധ്യായം മാത്രമാകുമോ? ഈ ചോദ്യമാണ് ഇപ്പോൾ കർണാടകയ്ക്ക് മുന്നിലുള്ളത്. ഇനിയെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, താൻ പറയുന്ന സത്യത്തിന് ഭൗതിക തെളിവുകൾ നൽകാനുള്ള ആ സാക്ഷിയുടെ ധൈര്യം. 2, എത്ര വലിയ ശക്തികൾ എതിരായാലും ഭയമില്ലാതെ അന്വേഷണം നടത്താനുള്ള SITയുടെ ആർജവം. ധർമ്മസ്ഥലയുടെ മണ്ണിൽ നിന്ന് അസ്ഥികൂടങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കുള്ളതും പ്രതീകാത്മകമായതും ആ അസ്ഥികൂടങ്ങൾ പറയുന്ന സത്യം കേൾക്കാൻ ഈ നാടിനും ഇവിടുത്തെ ഭരണകൂടത്തിനും ധൈര്യമുണ്ടോ എന്നതാണ് ചോദ്യം. അതോ വീണ്ടും ഇരുട്ട് ആ പുണ്യഭൂമിയെ വിഴുങ്ങുമോ? ഒരു നാടിൻ്റെ ആത്മാവും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നീതിയിലുള്ള വിശ്വാസവുമാണ് ഇവിടെ തുലാസിൽ തൂങ്ങുന്നത്. ആ നിലവിളികൾക്ക് ഇനിയെങ്കിലും ഉത്തരം ലഭിക്കുമോ എന്ന് കാലം തെളിയിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് എൻ്റെ വെബ്സൈറ്റിലുണ്ട്. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.